മലയാളികളെല്ലാവരും നല്ല വൃത്തിയുള്ളവരാണ്. എന്നാൽ സ്വന്തം വീട് വൃത്തിയാക്കി അടിച്ചു വാരി അത് കൊണ്ടുവന്ന് ഇടുന്നതോ പൊതുനിരത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഇടങ്ങളിലും. അപ്പം സർക്കാരാകട്ടെ ഒരു മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവുമായി മുന്നോട്ട് പോവുകയാണ്. സത്യത്തിൽ ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മൾ സ്ത്രീപക്ഷത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഞാൻ അജൈവ പാഴ്വസ്തു ശേഖരണത്തിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് കൊണ്ടുവന്ന് NCF-ൽ ഇട്ട് തരംതിരിച്ചാണ് ഞങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഞങ്ങൾ കയറുന്ന പല വീടുകളിലും നല്ല രീതിയിൽ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചുരുക്കം ചിലർ മാത്രം ഞങ്ങളോട് വിമുഖത കാണിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ജോലി ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളോടൊക്കെ ഉള്ള പെരുമാറ്റം തന്നെ. ചില സമയങ്ങളിൽ വീട്ടുവാതിക്കൽ ഞങ്ങൾക്ക് നേരെ കൊട്ടിയടക്കുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും മനസ്സിന് ഈ ഒരു ജോലിയിൽ വന്നതിന് ശേഷം മനസ്സിനെ വിഷമിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ സഹകരിക്കുന്നവരുണ്ട്. അത് നമ്മൾ എടുത്തു പറയണം. നല്ല രീതിയിൽ കൂടുതലും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സമൂഹത്തിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹകരണം തന്നേക്കുന്നത്. പിന്നെ കൂടുതലും നമ്മൾ ചെല്ലുമ്പോൾ തരുന്ന പ്ലാസ്റ്റിക് ഉള്ളിൽ അഴുക്കുള്ളതാണെങ്കിൽ നമ്മളത് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കഴുകി തേച്ച് ഉണക്കി തരണോ അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ നമുക്കതൊന്നും വേണ്ട, നിങ്ങൾ അഴുക്ക് ഉണ്ടെന്ന് കരുതുന്ന പ്ലാസ്റ്റിക് മാത്രം കഴുകി തന്നാൽ മതി. അത് ഉണക്കി വെയിലത്തിട്ട് ഉണക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല. അതെവിടെയെങ്കിലും ഒന്ന് ഇട്ടാൽ തന്നെ അതിലെ വെള്ളം ഊർന്ന് കഴിയുമ്പോഴേക്കും നമുക്കത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ സാധിക്കും. പിന്നെ കുറച്ചുകൂടി ജനങ്ങളുടെ മനോഭാവം ഞങ്ങളോട് സഹകരിക്കുന്ന രീതിയായാൽ തന്നെ നമ്മുടെ നാട് നന്നാവും. ഞങ്ങൾ എല്ലാ വീടിൻ്റെയും ഡോറിൽ വന്ന് ഞങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് തരാണ്ട് ഇല്ല എന്ന് പറഞ്ഞ് അത് കെട്ടി റോഡിൽ ഉപേക്ഷിക്കുന്ന ശീലം ഇപ്പോഴും ഒരുപാട് പേർക്കുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഞങ്ങളോട് സഹകരിച്ചാൽ നമ്മുടെ നാടും നമ്മളുടെ പരിസരവും നമ്മുടെ നാടും നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൊണ്ട് പ്രവർത്തിക്കണം. അപ്പം ഞങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്. അപ്പം നാട്ടിലുള്ളവരും ആ ഒരു ആത്മാർത്ഥത നമ്മുടെ നാടിനോട് കാണിച്ചാൽ നമ്മുടെ നാട് എത്രയും പെട്ടെന്ന് നന്നായി തീരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ജനങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ് മാലിന്യം. തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെയും മാത്രം ഉത്തരവാദിത്തം എന്നാണ് ജനങ്ങളിൽ തന്നെയുള്ളൊരു ചില ഭാഗങ്ങളുടെ ചിന്താഗതി. നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഖരമാലിന്യം ആവട്ടെ, ദ്രവമാലിന്യം ആവട്ടെ, സോളിഡ് വേസ്റ്റ് ആവട്ടെ, ഇതിൽ നിന്നൊക്കെ പണം ഉണ്ടാക്കാൻ സാധിക്കും, തൊഴിൽ കൊടുക്കാൻ സാധിക്കും എന്ന് കേരളം തെളിയിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഈ വെള്ളം അങ്ങോട്ടേക്ക് പോകുമ്പോൾ, ഈ വൃത്തികെട്ട വെള്ളം പോകുമ്പോൾ അവിടെ കമ്മട്ടിപ്പാടത്ത് നിന്ന് താമസിക്കുന്ന ആൾക്കാർ കൊടിവാളുമായിട്ടാണ് എൻ്റെ പെട്ടിയും പറയും ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ മേത്തേക്ക് ചാടി വീഴുന്നത്. പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ ഈ മഴക്കാലത്ത് വെള്ളം കളയുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മുടെ സ്പോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് കാര്യമില്ല. ഞാൻ എത്രയോ ഫോട്ടോസ് ഒഫീഷ്യൽസിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നറിയാം. എല്ലാ കണ്ടെയ്നേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തും 2-3 ദിവസവും ഇരിക്കും. നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല. ഞങ്ങൾ വീടുകളിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്ത ഫുഡ് വേസ്റ്റ്, അതുപോലെ കഴുകിയ പ്ലാസ്റ്റിക്കാ. ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഒന്നും ഒരു തരത്തിലും സിമെന്റ് കമ്പനിയിലല്ല പോണം. ക്ലീൻ കേരളക്കാണ് ഞങ്ങളുടെ പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയാണ്. ഇത് ആരുടെ ഉത്തരവാദിത്തം എന്ന ഒരു ആശയത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ചേച്ചി ഇപ്പം ഈ ഹരിതകർമ്മസേനയിലൊക്കെ പ്രവർത്തിക്കുന്നു. ചേച്ചി ശരിക്കും ഇത് ആരുടെ ഉത്തരവാദിത്തമായിട്ടാണ് ചേച്ചിക്ക് തോന്നുന്നത്? ഞാനിപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം തൊട്ട് മനസ്സിലാക്കുന്നത് ഇത് ജനങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ് മാലിന്യം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു മുദ്രാവാക്യം പോലെ ഞങ്ങൾ ഏത് സമയത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പരിപാടികൾ നടത്തിയാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതുവരെയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാം തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെയും മാത്രം ഉത്തരവാദിത്തം എന്നാണ് ജനങ്ങളിൽ തന്നെയുള്ളൊരു
ചില ഭാഗങ്ങളുടെ ചിന്താഗതി. പക്ഷേ ആ ചിന്താഗതി നമുക്ക് കുറേയധികം ക്യാമ്പയിനുകളിലൂടെയും ഇപ്പോൾ സർക്കാർ ഒട്ടനവധി ക്യാമ്പയിനുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് കുടുംബശ്രീ മിഷനിലൂടെ ആയാലും ശുചിത്വ മിഷനിലൂടെ ആയാലും ഹരിത കേരള മിഷനിലൂടെ ആയാലും ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തി ജനങ്ങളിലേക്ക് ഇപ്പോൾ ബോധവൽക്കരണം ഒട്ടനവധി നടത്തുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള വലിയൊരു മാറ്റമാണ് ഈ ഹരിതകർമ്മ സേനയിലൂടെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റം എന്ന് പറയാൻ ഇപ്പം നമ്മുടെ കേരളത്തിൽ 56,000 ചില്വാനം കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന ഹരിതകർമ്മ സേന അംഗങ്ങൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-6 വർഷക്കാലം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് ഉൾപ്പെടെ, അതായത് ചോറ്റാനിക്കര ഉൾപ്പെടെ പല പഞ്ചായത്തുകളിലും റോഡ് സൈഡുകളിൽ കൂടി നമുക്ക് നടക്കുമ്പോൾ മൂക്ക് പൊത്തി നടക്കേണ്ട അവസ്ഥകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു നിരത്തിലൂടെ നമുക്ക് നടക്കുമ്പോൾ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ മാലിന്യങ്ങൾ നമുക്കിപ്പോൾ കാണാനില്ല. പിന്നെ ഇങ്ങനെ എറണാകുളം ഏരിയയിലേക്ക് വരുമ്പോൾ അതിന് ചെറിയൊരു മാറ്റമുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഒട്ടനവധി മാറ്റം ഹരിതകർമ്മസേന പ്രവർത്തനം ആരംഭിച്ചതിലൂടെ നമുക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും. അപ്പൊ നമുക്ക് കൗൺസിലറിലേക്ക് വരാം. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു കൊച്ചിൻ നഗരസഭയുടെ ഹൃദയഭാഗം എന്ന് പറഞ്ഞു. അപ്പൊ ഹൃദയത്തിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അഴുക്കിരിക്കുന്നത് എന്നൊക്കെ മുറിവേറ്റിരിക്കുകയാണ്. അതെ, ഹൃദയം ശരിക്കും പറഞ്ഞാൽ മുറിവേറ്റ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ കാര്യങ്ങളാണ് കാന തുറക്കുമ്പോഴും റോഡ് സൈഡിലേക്ക് എടുക്കുന്നത്. തുകലിന്റെ വലിയ പെട്ടികള്, ഹെൽമെറ്റ്, കപ്പ്, സോസർ, ട്യൂബ് ലൈറ്റ്, ചെരുപ്പ്, ഈവൻ നമ്മുടെ സ്നഗ്ഗി അല്ലെങ്കിൽ ഡയാപ്പേഴ്സ്, വാക്കിംഗ് സ്റ്റിക്ക്, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞൊരു പണ്ടോറാസ് ബോക്സ് തുറക്കുന്ന പോലെയാണ്. പലപ്പോഴും നമ്മുടെ ജലസ്രോതസ്സുകൾ മുഴുവനും ഈ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഇപ്പൊ കാനയുടെ സ്ലാബുകൾ പൊക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വർഷങ്ങളോളമായിട്ട് ദ്രവിച്ചു കിടക്കുന്ന സാധനങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് റീസെന്റ് ഒരു ആമയിഴിഞ്ചാൻ തോടിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. എൻ്റെ ഡിവിഷനിലും ഒരു കൾവേർട്ട് ഉള്ളതാണ്, റെയിൽവേ കൾവേർട്ട് ഉള്ളതാണ്. 25 വർഷമായിട്ട് അത് ക്ലീൻ ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് നേരെ ചെന്നൈ പോയി അവിടുത്തെ സൗത്ത് സോൺ ഇൻചാർജ് ആയിട്ടുള്ള ഡിവിഷണൽ എഞ്ചിനീയറെ കണ്ടു, ഒരു ശ്രീ ഹരിബാബു സർ. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം വന്നു. അദ്ദേഹം അവിടെ നിന്ന് അവരുടെ പെർമിഷനോടും സൂപ്പർവിഷനോടും കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ രമ്യ പറഞ്ഞ പോലെ കൗൺസിലറുടെ ചുമതല കുറച്ചൊക്കെ ഉണ്ട്, നമുക്കതിൽ ഇടപെടാൻ പറ്റും. നമുക്ക് അധികാര സ്ഥാനങ്ങളിൽ കടന്നു ചെന്ന് സാധാരണക്കാരനെക്കാട്ടിലും കൂടുതൽ കടന്നു ചെന്ന് നമുക്ക് ഇടപെടാൻ പറ്റും. അദ്ദേഹം വന്ന് നിന്ന് കൾവേർട്ട് ക്ലീൻ ചെയ്തു. ഞങ്ങൾക്ക് വെള്ളം പോകുന്ന സ്ഥലത്ത് നെറ്റിട്ട് വന്നു 3 സ്ഥലം. ഞാൻ പറയും എൻ്റെ ത്രിവേണി സംഘമാണ്. ചിലർ അയ്യോ അങ്ങനെ പറയരുത്, അത് ഹിന്ദുക്കളുടെ പവിത്രമായ സ്ഥലമാണ്. ഡിവിഷൻ 62, ഡിവിഷൻ 66, ഡിവിഷൻ 63 ഒത്തുചേരുന്ന ഒരു സ്ഥലത്തിന്റെ നാഥയാണ് ഞാൻ. അവിടെയാണ് 3ഉം വരുന്നത്. ഈ വെള്ളം അങ്ങോട്ടേക്ക് പോകുമ്പോൾ, ഈ വൃത്തികെട്ട വെള്ളം പോകുമ്പോൾ അവിടെ കമ്മട്ടിപ്പാടത്ത് നിന്ന് താമസിക്കുന്ന ആൾക്കാർ കൊടിവാളുമായിട്ടാണ് എൻ്റെ പെട്ടിയും പറയും ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ മേത്തേക്ക് ചാടി വീഴുന്നത്. പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ ഈ മഴക്കാലത്ത് വെള്ളം കളയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? കാരണം ഈ പെട്ടിയും പറയും പ്രവർത്തിക്കുന്ന മോട്ടറിൽ വന്നിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം അടിഞ്ഞ് മോട്ടോർ പ്രവർത്തനരഹിതമാവും. നമ്മൾ ടെക്നിക്കലായി നോക്കുകയാണെങ്കിൽ യാതൊരു വിധ എഞ്ചിനീയറിംഗ് മാർവലില്ലാണ്ട്, തല ഒട്ടും അപ്ലൈ ചെയ്യാണ്ട്, ഞാനൊരു എഞ്ചിനീയർ അല്ല, പക്ഷെ നമുക്ക് പോലും തോന്നും ഇവരെന്തായി കാണിക്കുന്നെന്ന്. പിന്നെ നമ്മളുടെ മുഖ്യൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന തൊഴിലാളികളൊക്കെ അതിഥികളാണ്. അതിഥികൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയില്ല. പാൻ പരാഗിന്റെ വേസ്റ്റ് മുഴെല്ലാം ചുരുട്ടി ഇങ്ങനെ ഇടും, തുപ്പിയിടും. ഞാൻ പോയി ഇങ്ങനെ ചാടി പിടിച്ചിട്ടുണ്ട് അവരിടാൻ പോകുന്ന കുപ്പി. ഞാൻ പറഞ്ഞ കൗൺസിലറാണ്, എൻ്റെ കയ്യിലേക്ക് തന്നോളൂ, റോഡിലേക്ക് ഇടില്ലേ. അത് നേരെ ഒഴുകി വെള്ളത്തിന്റെ സ്രോതസ്സിലേക്ക്. നമ്മൾ വിശ്വസിക്കൂല. ഞങ്ങളൊരു കാനിപ്പോ ചിറ്റൂർ റോഡിൽ ഇവർക്കൊക്കെ അറിയാം, പണിതിട്ട് വെള്ളം ഒഴുകാൻ ചെറിയ ചെറിയ ഹോൾസ് നമ്മൾ ഈ സ്ലാബിന്റെ അടിയിലിടും. ഇപ്പോൾ കഴിഞ്ഞൊരു 10 അടി കഴിഞ്ഞിട്ടത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെറിയ കുപ്പികള്, ചെറിയ എന്താണ് പ്ലാസ്റ്റിക്കിന്റെ കപ്പുകള്, കാര്യങ്ങളൊക്കെ തിരികെ വെച്ചിരിക്കുക. ഒരു ഹോള് കണ്ടുപിടിച്ച് നടക്കുന്ന പോലെ തിരികെ വെക്കാനായിട്ട്. ഞാൻ പറയും നിങ്ങളത് പുറത്ത് വെക്കൂ, ഞാനെടുത്ത് മാറ്റിക്കോളാം, അല്ലെങ്കിൽ നമ്മളുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ മാറ്റിക്കോളൂ. നിങ്ങൾ എന്തിനും ഇത് കാനയിലേക്ക് ഇടണം, കാന ബ്ലോക്ക് ചെയ്ത് കളയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. തലേ ദിവസം കൊണ്ടിട്ട് ഹോളുണ്ടാക്കി മഴവെള്ളം ഒഴുകാനുള്ള അതിലേക്കാണ് ഈ വേസ്റ്റ് മുഴുവൻ വയ്ക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ രാവിലെ എണീക്കും, മലയാളി കുളിക്കും, കുളിച്ച് നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തലേ ദിവസമേ വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കിറ്റുണ്ട്. ആ കിറ്റിട്ട് ഇങ്ങനെ നോക്കിയിട്ട് സ്കൂട്ടറിൽ ഭാര്യയുടെ കയ്യിലുണ്ടാവും കിറ്റ്, ഭർത്താവ് ഓടിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് ടിക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് പോകും.
ഇപ്പൊ എറിയലില്ല, ഇപ്പൊ വെക്കലാണ്. എന്നിട്ട് പാവപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങള് അതിന്റെ ഉള്ളിൽ ഡയാപ്പർ ഉണ്ടാവും, സാനിറ്ററി നാപ്കിൻ ഉണ്ടാവും, ട്യൂബ് ലൈറ്റ് ഉണ്ടാകും, കുപ്പിച്ചിട്ടുണ്ടാവും, ഭക്ഷ്യത്തിണ്ടാവും. മാറ്റി മാറ്റി വെക്കുക. പുഴു വെച്ച സാധനങ്ങള് ഇത് ഇവര് സോർട്ട് ചെയ്യണം. ബ്രഹ്മപുരം കത്തിയതിന് ശേഷം എല്ലാം സോർട്ട് ചെയ്ത് മാറ്റിയാലേ പറ്റുള്ളൂ. ശരിക്കും സങ്കടമാണ് എനിക്ക് ഇവരെ കാണുമ്പോൾ. എന്ത് മാത്രം അവര് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു. മാറിയിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഒരു നാറ്റവും കൂടെ കിട്ടിയിരുന്നെങ്കിലോ എന്ന്. അങ്ങനെ നാറില്ലേ, പുഴു അരിച്ച സാധനങ്ങളൊക്കെ അല്ലേ. പുഴു മാത്രമല്ല, എന്താ പുഴു, വലിയ പുഴു. ഇങ്ങനെ ഞൊളച്ച് വരും. പിന്നെ നല്ല ആവാസ വ്യവസ്ഥയാണ് കേട്ടോ. എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഇതുണ്ടാവും. പലതരത്തിലെ കിളികളെയൊക്കെ ഞാൻ കൗൺസിലർ ആവുന്ന ശേഷം കാണാൻ തുടങ്ങി. മരപ്പെട്ടി, പിന്നെ ഇങ്ങനെ ഓടുന്നൊരു സാധനമല്ല, കീരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ വേസ്റ്റ് കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്ത് കൊക്കുകൾ, നല്ല ഭംഗിയുള്ള കൊക്കുകൾ, ഒരു കറുത്ത നീളം വാലുള്ള വേസ്റ്റ് ജീവിക്കുന്ന ജീവികളാണ്. അതും പിന്നെ പട്ടികള്. ഈ എറണാകുളത്ത് പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിസ്നേഹികളുടെ ദേശീയ നായകളെ കൊണ്ട് നമുക്ക് രക്ഷയില്ല. ഈ വേസ്റ്റ് നായകൾ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് അവര് കടിച്ച് വലിച്ചെടുക്കും. നമുക്ക് നോക്കുമ്പോൾ അവർക്ക് ഫുഡാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് മാലിന്യം കടിച്ച് വലിച്ചെടുത്തിട്ട് അത് അവിടെ മുഴുവൻ കൊണ്ട് തൂക്കിയിടും. അത് കൊത്തിയെടുക്കാൻ എലികള്. ശരിക്കും നല്ലൊരു നമ്മുടെ ഇപ്പൊ ജിയോഗ്രഫി നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഒക്കെ ഫോട്ടോഗ്രാഫർ വന്ന പുള്ളിക്ക് എല്ലാ ആവാസ വ്യവസ്ഥയും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു MCF എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ വേസ്റ്റുകളൊക്കെ ഇവര് കൊണ്ടുവരുന്ന വേസ്റ്റുകൾ വയ്ക്കണം. അത് വന്നതിന് ശേഷം എന്താ, യു വോണ്ട് ബിലീവ്. അല്ല ഒരു കാര്യം, അതല്ല ഞാൻ പറയാൻ വന്നത്. അതിന്റെ പുറകിലാണ് ഈ പുരുഷന്മാരായ എല്ലാവരും നമ്പർ 1 സാധിക്കുന്നത്. അതുകൊണ്ട് അല്ലേ ശരിക്കും ഒരു മനുഷ്യർക്ക് അതിന്റെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. ഞാൻ എന്റെ MCFന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ഇത് മൂത്രപ്പുരയല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പുറകില്. എന്തെന്നാണ് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നത്? പബ്ലിക്കായിട്ട് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്നാ വയ്ക്കുന്നത്. അതെ, വിദ്യാഭ്യാസം കൂടിയ ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മാറണം. നമ്മളുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ വേസ്റ്റ് ആണ്. പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് സംസ്കരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഫുഡ് വേസ്റ്റ് നമുക്ക് തന്നെ സംസ്കരിക്കാം, പക്ഷെ ട്യൂബ് ലൈറ്റ് നമുക്ക് കളയാൻ പറ്റില്ല. അപ്പൊ എന്റെ ഡിവിഷനിൽ ഫുഡ് വേസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അത് ചെടിയുടെ വളമായിട്ട് മാറുന്ന പോലത്തെ സെറ്റപ്പ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1 സെന്റിലും 2 സെന്റിലൊക്കെ താമസിക്കുന്ന കോളനികളിൽ താമസിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ തന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തം സ്ഥലം, കട്ടിലും മേശം പോലും വയ്ക്കാൻ സ്ഥലമില്ല. അതും കൂടെ നഗരത്തിൽ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഹരിതകർമ്മ സേന അംഗങ്ങള് കൃത്യമായിട്ടും അത് വളരെ നന്നായി ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും മോശമായിട്ട്. അറബിക്കടലിന്റെ റാണിയല്ല കൊച്ചി എന്ന് പറയും. അറബിക്കടലിന്റെ പിച്ചക്കാരിയാണ് കൊച്ചി നഗരം. അല്ലേ, അറബിക്കടലിന്റെ റാണിയാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ നമ്മുടെ പത്മജ മാഡം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി പറവൂർ നഗരസഭയിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള അടുത്ത നഗരസഭയാണ്, അവിടെ നിന്നുള്ളൊരു കൗൺസിലറും കൂടെയാണ്. അപ്പം എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് ഈ ഒരു വേസ്റ്റ് നിർമ്മാർജ്ജനത്തെ പറ്റി? എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുൻപുള്ള ഒരു അവസ്ഥയല്ല ഇന്നിപ്പോൾ കേരളത്തിൽ. നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് മൊത്തം ഈ ഖരമാലിന്യവും ദ്രവമാലിന്യവും ഒപ്പം തന്നെ സോളിഡ് വേസ്റ്റുകളുടെ ഒരു മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത്. കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ കേരളീയരുടെ ഒരു പ്രത്യേകത വ്യക്തി ശുചിത്വം അങ്ങേയറ്റമുള്ള ഒരു സമൂഹമാണ്. പക്ഷേ അതൊരു സാമൂഹ്യ ശുചിത്വ ബോധത്തിലേക്ക് നമ്മൾ ഇനിയും കുറേ കൂടി പോകേണ്ടിയിരിക്കുന്നു. കുറച്ച് മാറ്റം അല്പകാലത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരിമാർ സൂചിപ്പിച്ചതുപോലെ ഒരു ക്യാമ്പയിൻ, അവയർനെസ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് പതുക്കെ നമ്മൾ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുൻപ് വരെയും നമുക്ക് പബ്ലിക് സ്പേസിൽ നമ്മളിപ്പോൾ ഈ മാലിന്യം നിക്ഷേപിക്കാനുള്ള ബിന്നുകൾ വെച്ചിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ കണ്ടിരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കാറിലിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ എറിഞ്ഞിട്ട് പോവാണ്. ഈ ബിന്നിലേക്ക് ആയിരുന്നില്ല ഈ സാധനം വീഴുന്നത്. അപ്പോൾ അതിൻ്റെ വലിയൊരു പ്രശ്നം നമ്മുടെ സമൂഹം അനുഭവിച്ചു. ആ ബിന്നിൻ്റെ ചുറ്റും ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയ ആയിട്ട് മാറി. വളരെ സ്മെല്ലും ആളുകൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയാണ് കോടതി ഇടപെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയൊക്കെ ഒരു നിർദ്ദേശം അനുസരിച്ച് ബിന്ന് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അത് മാറ്റി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്
മാലിന്യം ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവിടെ പറഞ്ഞല്ലോ, മാലിന്യം എൻ്റെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ മാലിന്യം ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത സാധനമാണോ? അതായിരുന്നു നമ്മളുടെ ഒക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു ചിന്താഗതി. പക്ഷെ അതല്ല, മാലിന്യത്തിൽ നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് ആദ്യം ക്യാമ്പയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോഴൊന്നും നമ്മൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഖരമാലിന്യം ആവട്ടെ, ദ്രവമാലിന്യം ആവട്ടെ, സോളിഡ് വേസ്റ്റ് ആവട്ടെ, ഇതിൽ നിന്നൊക്കെ പണം ഉണ്ടാക്കാൻ സാധിക്കും, തൊഴിൽ കൊടുക്കാൻ സാധിക്കും എന്ന് കേരളം തെളിയിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പേര് സ്വപ്ന വിജയകുമാർ. ഞാനിവിടെ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 5 വർഷം കഴിഞ്ഞു. നമ്മൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി നമ്മൾ അജൈവ വസ്തുക്കൾ ശേഖരിച്ച്, അതായത് എംസിയിൽ കൊണ്ടുവന്ന് നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്ത് അത് കയറ്റി വിടുകയാണ് ചെയ്യാറ്. ഇതിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ട്, എന്നാൽ അതിലുപരി നേട്ടങ്ങളുമുണ്ട്. ഈ നേട്ടത്തെക്കുറിച്ച് ആർക്കും തന്നെ ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ ബാഗിൽ കണ്ടെത്തുന്നത് വെറും പാഴ്വസ്തുക്കളല്ല, അതിന് ശരിക്കും പറഞ്ഞാൽ സ്വർണം മൂല്യത്തെക്കാൾ വരെയുള്ള വസ്തുക്കളാണ്. പക്ഷേ അതിന്ന് വരെ ആർക്കും തന്നെ അറിയില്ല. അവർ വെറും ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് തുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കണക്കാക്കുന്നത്. എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില വീടുകളിൽ നമ്മൾ കയറുമ്പോഴാണേലും, നമ്മൾ വീട്ടിൽ നിന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കുമ്പോഴാണെങ്കിലും അവർ നമുക്ക് തരുന്ന ആ ഒരു ഇത് എന്തെന്ന് വെച്ചെന്നാൽ, ചിലവർ നമ്മളെ ശരിക്ക് ആട്ടി ഇറക്കി വിടുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ചിലരുണ്ട് ശരിക്ക് നല്ലൊരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള, അതായത് നല്ലൊരു ഹൈ ലെവൽ പാർട്ടി എന്നൊക്കെ തോന്നുന്ന ഒരു വീട്ടിൽ നമ്മൾ കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ എന്തിനാ വന്നത് എന്നുള്ള രീതിയിൽ ആട്ടി ഇറക്കി വിടുന്ന. എന്നാൽ സാധാരണക്കാരുടെ ഇതിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള പാഴ്വസ്തുക്കളും മൊത്തം, അതായത് അജൈവ ശേഖരണങ്ങൾ മൊത്തവും നമുക്കത് നൽകുകയും യാതൊരു മടിയില്ലാതെ 60 രൂപ യൂസർ ഫീസ് നമുക്ക് തരികയും ചെയ്യും. അതാണ് ഞങ്ങളുടെ വരുമാന മാർഗം. അപ്പോൾ അതറിയാവുന്ന ആൾക്കാർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയും നമ്മുടെ ഇവിടെ ഒരു ബോധവൽക്കരണം എല്ലായിടത്തും കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ്. കാരണം ഇത് ആർക്കും അറിയില്ലാത്തൊരവസ്ഥ പോലെയാണ്. കാരണം പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഓരോ ചാക്കെട്ടാണേലും ഓരോ കിറ്റുകളാണേലും കൊണ്ടിപ്പോഴും വലിച്ചെറിയുന്നതിന് യാതൊരു മടിയില്ലാത്ത കൂട്ടർ തന്നെയാണ് ഇപ്പോഴും. അതൊക്കെ നമ്മൾ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ളവർ നമ്മളോട് ഇത് ശബ്ദിച്ചെങ്കിൽ മാത്രമാണ് ഈ ഓരോ കാര്യങ്ങളും നേരെ ആവുകയുള്ളൂ. എങ്കിലും അത് നേരെ ആകും എന്നുള്ള പ്രതീക്ഷയോടു കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാറിലിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ എറിഞ്ഞിട്ട് പോവാണ്. ഈ ബിന്നിലേക്ക് ആയിരുന്നില്ല ഈ സാധനം വീഴുന്നത്. അപ്പോൾ അതിൻ്റെ വലിയൊരു പ്രശ്നം നമ്മുടെ സമൂഹം അനുഭവിച്ചു. ആ ബിന്നിൻ്റെ ചുറ്റും ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയ ആയിട്ട് മാറി. വളരെ സ്മെല്ലും, ആളുകൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയാണ് കോടതി ഇടപെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയൊക്കെ ഒരു നിർദ്ദേശം അനുസരിച്ച് ബിന്ന് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം വന്നു. അത് മാറ്റി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, മാലിന്യം ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവിടെ പറഞ്ഞല്ലോ, മാലിന്യം എൻ്റെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ മാലിന്യം ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത സാധനമാണോ? അതായിരുന്നു നമ്മളുടെ ഒക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു ചിന്താഗതി. പക്ഷെ അതല്ല, മാലിന്യത്തിൽ നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് ആദ്യം ക്യാമ്പയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോഴൊന്നും നമ്മൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഖരമാലിന്യം ആവട്ടെ, ദ്രവമാലിന്യം ആവട്ടെ, സോളിഡ് വേസ്റ്റ് ആവട്ടെ, ഇതിൽ നിന്നൊക്കെ പണം ഉണ്ടാക്കാൻ സാധിക്കും, തൊഴിൽ കൊടുക്കാൻ സാധിക്കും എന്ന് കേരളം തെളിയിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഹരിതകർമ്മസേന ഇവിടെ സൂചിപ്പിച്ചു, 10,60,000-ഓളം കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേനയിൽ ഉൾപ്പെടുത്തി ഓരോ വാർഡ് തലത്തിലും അവർക്ക് MCF മുനിസിപ്പൽ തലത്തിൽ, അതുപോലെ തന്നെ വാർഡ് തലത്തിൽ മിനി MCF സ്ഥാപിച്ചുകൊണ്ട് കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ ശേഖരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ അവർ നേരെ വീട്ടിലേക്ക് വരുന്നു, വീട്ടിൽ നിന്ന് ഈ സാധനം വൃത്തിയോടുകൂടി സ്വീകരിക്കുന്നു, അത് ഈ MCFൽ കൊണ്ടുപോയി സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അത് പണം വാങ്ങുന്നു. അപ്പോൾ ഇവിടെ വലിയ തോതിലുള്ളൊരു നെറ്റ്വർക്ക് കേരള ഗവൺമെൻറ്, ലോക്കൽ ബോഡി, അതുപോലെ കേരള ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ,
ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ വലിയൊരു മാറ്റം കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ നേരത്തെ പത്മജ മാം സൂചിപ്പിച്ചതുപോലെ എല്ലാ ലോക്കൽ ബോഡീസിലും അത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. ധാരാളം കുടുംബശ്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക്, സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഇനി അവർക്ക് അതിൻ്റെ റെമ്യൂണറേഷൻ അത് മതിയോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പോരാ എന്നുള്ള യാതൊരു തർക്കവുമില്ല. പക്ഷെ അവരുടെ കേരളത്തിൻ്റെ മുഖം വൃത്തിയാക്കുന്നതിൽ, കേരളത്തിൻ്റെ നമ്മളൊക്കെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിൽ, കേരളത്തിലെ ശുദ്ധജലം ഉറപ്പാക്കുന്നതിൽ, നല്ല ഫുഡ് ഉറപ്പാക്കുന്നതിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിന് അങ്ങേയറ്റത്തെ പ്രാധാന്യമുണ്ട്. ആ ചുമതല നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ. നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് ഇപ്പോൾ ഖരമാലിന്യം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ആദ്യ കാലഘട്ടത്തിൽ എല്ലായിടത്തുനിന്നും ഈ ഖരമാലിന്യം എടുത്തുകൊണ്ട് പോകുന്ന ഏതെങ്കിലും ഒരു സെൻറ്ററിൽ വെച്ച് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ സാധ്യമല്ല. അതാണ് നമ്മൾ സെൻട്രലൈസ് ചെയ്തു. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ കൊച്ചി പോലുള്ള ഏറ്റവും തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു മെട്രോ സിറ്റി, ഫ്ലാറ്റ് ഡൊല്ലേഴ്സ് ധാരാളമുള്ള ഒരു മെട്രോ സിറ്റിക്കകത്ത് തീർച്ചയായിട്ടും അവർക്ക് ഈ എല്ലാത്തരം മാലിന്യങ്ങളും മാനേജ് ചെയ്യേണ്ട ഒരു സംവിധാനം തീർച്ചയായിട്ടും ഗവൺമെൻറ് മേഖലയിൽ തന്നെ അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ എല്ലായിടത്തും ഇതില്ല. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ 10 സെൻറ്റ് 5 സെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം ഉള്ള സ്ഥലങ്ങളിൽ അവരുടെ ഈ ഖരമാലിന്യങ്ങൾ എവിടെയാണോ ഏതാണോ സോഴ്സ്, ആ സോഴ്സിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലിപ്പോൾ നടപ്പാക്കി വരുന്നുണ്ട്. പിന്നെ ഉള്ള പ്രശ്നം നമ്മൾ ബാക്കിയുള്ള സോളിഡ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും, പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ. അപ്പോൾ അതിലിപ്പോൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു മാസം പ്ലാസ്റ്റിക്, എല്ലാ മാസവും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കും. ഒപ്പം തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കലണ്ടർ വെച്ചുകൊണ്ട് ചില്ല്, ഈ വേസ്റ്റുകൾ, അതുപോലെ ഡയപ്പർ പോലുള്ള, നാപ്കിൻ പോലുള്ള സാധനങ്ങൾ, അതുപോലെ അങ്ങനെ ഓരോ സാധനവും TV അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ തന്നെ കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ഈ ശുചിത്വ മിഷനും മാലിന്യമുക്ത നവകേരള പ്രോജക്റ്റ് പ്ലാനും അതുപോലെ തന്നെ അമൃത് പദ്ധതിയും, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂടിയും ചേർന്നിട്ടുള്ള പദ്ധതിയാണ് അമൃത് പദ്ധതി. അത് കുടിവെള്ളം, ഒപ്പം തന്നെ മാലിന്യം കലർന്ന മലിനജലം, അതിൻ്റെ സംസ്കരണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ തുടങ്ങുന്നു. ഇപ്പോൾ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറേ കൂടി ഫോർവേഡായിട്ട് പോകുന്നത്. ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കേന്ദ്ര ഏജൻസിയാണ്. ആ ഗ്രീൻ ട്രിബ്യൂണൽ 28,000 കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഫൈൻ കൊടുത്തു. കാരണം ഈ ശുചിത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനമാണ് മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്നത് മൊത്തം ഇന്ത്യക്കകത്ത്, അതിൽ ഫൈനില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മൾ. 28,000 കോടി രൂപയാണ് നമ്മുടെ 100 കോടി രൂപ കൊച്ചിൻ കോർപ്പറേഷനെ ബ്രഹ്മപുരം കത്തിയ അവസരത്തില് ഗ്രീൻ ട്രിബ്യൂണലിൽ ഫൈൻ ചെയ്തത്. അതൊരു പർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടായപ്പോ ഉള്ള ഫൈനാണ് പറഞ്ഞത്. കേരളത്തിന് ഫൈൻ വന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് നാഷണൽ ലെവലിൽ എല്ലാ സ്റ്റേറ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന അമൃത് അതല്ല അത് പർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടായപ്പോ ഉള്ള ഫൈനാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ മാഡം, ഞാനിത് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതെ, 100 കോടി രൂപ ഗ്രീൻ ട്രിബ്യൂണൽ കേരള കൊച്ചി കോർപ്പറേഷന് ഫൈൻ വിധിച്ചു. അപ്പോൾ ഫൈൻ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ്. മാത്രമാണ്, അല്ലാതെ മൊത്തത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ, ആ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിലയിരുത്തൽ കേന്ദ്രം നടത്തും, കേന്ദ്ര ഏജൻസികൾ നടത്തും. അങ്ങനെ വിലയിരുത്തൽ നടത്തിയപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഫയലില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇത് ഏതെങ്കിലും ഗൂഗിളിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിലോ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു. ഇതെങ്ങനെ ചെയ്യുന്നു? ഒന്ന്, ഖരമാലിന്യ സംസ്കരണത്തിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നു. അതുപോലെ മാലിന്യം കലർന്ന മലിനജലം ട്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കുന്നു. ഏതാണ്ട് 5,100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരം പ്ലാന്റുകൾ സംസ്ഥാനത്ത് എല്ലായിടത്തും 5 സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിക്കഴിഞ്ഞു.
അപ്പൊ അത് 14 ജില്ലകളിലും ഇത്തരത്തിൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകളും പ്ലാനുകളും കേരള ഗവൺമെന്റ് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ അതിൽ ഒരു ജില്ലയിൽ 2 എണ്ണം എന്നുള്ള രീതിയിലാണ് വെക്കുന്നത്. അപ്പൊ ലോക്കൽ ബോഡിയുടെ അത് 50% ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ, 30% സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, 20% ലോക്കൽ ബോഡിയുടെ, അങ്ങനെ ആ പ്ലാൻ പദ്ധതിയും ഒക്കെ തയ്യാറാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാഡം 100 crore fine on Kochi Corporation. ഫോർ വാട്ട്? For Brahmapuram fire. The principal bench of the National Green Tribunal on Friday came down heavily on Kerala state authorities. Please let me complete. Then you will get your chance. Please relax. നിങ്ങൾ രണ്ടുപേരും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ let me complete. You challenge me and I am on Google. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതങ്ങനെ പറയരുത്. Friday came down heavily on Kerala state authorities. Kerala state authorities for the failure to manage waste. Yes. അത് ബ്രഹ്മപുരം ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞ കേരളത്തിന് മാത്രം ഒന്നും കേരള സ്റ്റേറ്റിനെയാണ്. കേരള സ്റ്റേറ്റിനെയാണ് കേരള പിടിപ്പുകേടാണ്. അതെ, ഞാൻ പറയുന്നത് 10 വർഷം ഈ കൊച്ചി നഗരസഭയിലെ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഫുഡും മുഴുവനും കൊണ്ട് ബ്രഹ്മപുരത്തെ തട്ടി 10 വർഷം UDF അതിന്റെ അധികാരികൾ നോക്കാതിരുന്നതിന്റെ ഫലമായി മാഡം UDF LDF ഒന്നും ജനങ്ങൾ അവിടെ പോയിട്ട് 2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ UDF LDF ഒന്നുമല്ല. നിങ്ങൾ പറഞ്ഞു കേരളത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. 8 വർഷമായി കേരള സ്റ്റേറ്റ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, അല്ലാണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് ബ്രഹ്മപുരം ഉണ്ടായി എന്നുള്ള ചർച്ച നമ്മൾ നേരത്തെ കഴിഞ്ഞതാണ്. നേരത്തെ നമ്മൾ ഇപ്പൊ എല്ലാവരും സൂചിപ്പിച്ചത് UDF ഭരിച്ചില്ല. അതിന് മുമ്പൊക്കെ LDF ആണ്. പറഞ്ഞ കാര്യം LDF ഉണ്ടാക്കിയതാണ്. എന്തായാലും ഇപ്പൊ LDFന്റെ ആയിരുന്നോ? നമ്മൾ അതൊന്നും പറയുന്നില്ല. ഞങ്ങൾ എല്ലാ വീടുകളിലും ചെല്ലും മാലിന്യ ശേഖരിച്ച് ആൾക്കാർ തന്നെ ഉണ്ട്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചിലർ പ്ലാസ്റ്റിക് എടുക്കാനാന്ന് പറയുമ്പോൾ ആൾക്കാർ ഇവിടെ ഒന്നും ഇല്ലാന്ന് പറയും. പിന്നെ അവര് പറയും ഞങ്ങൾ ഹരിതകർമ്മസേനയിൽ അംഗമാണെന്ന് പറയും. അപ്പൊ അവര് പറയും നിൽക്കിട്ടാ പോവല്ലേ, നിനക്ക് തരാന്നൊക്കെ പറയും. ചില അംഗങ്ങൾ ചെല്ലുമ്പോ നമ്മള് എന്താ പറയാ, ഇവിടെ പ്ലാസ്റ്റിക് ഇല്ല, ഇവിടെ ഒന്നും ഇല്ല, നിങ്ങൾക്ക് പ്ലാസ്റ്റിക് 60 രൂപ തരുകയും ചെയ്യണം, പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കി തരുകയും ചെയ്യണം, അതൊന്നും പറ്റുമൊന്നുമില്ല, വേസ്റ്റോടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയാൽ മതിയെന്നും പറയുകയും ചെയ്യും. ചിലര് ചാക്കില് ചിലപ്പോ പ്ലാസ്റ്റിക് വെറുതെ കവർ ചീഞ്ഞ് കളഞ്ഞ് അതേപോലെ അടിച്ചു വാരിയതും മുടികളും സ്നാക്കുകളും പേടുകളും എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഒരേ വീടുകളിൽ തന്നത്, അജയമാലിന്യം തന്നത്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവര് നിങ്ങൾ വന്നത് വളരെ ഉപകാരങ്ങളൊക്കെ ഉള്ളതാണ്, ഹരിതകർമ്മസേന അംഗമല്ലേ, അപ്പൊ നിക്കിട്ടാ ഞങ്ങൾ തരാട്ട പ്ലാസ്റ്റിക് ഒക്കെ തരാട്ടാന്നൊക്കെ പറയുമ്പോ ചിലര് തരും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടുന്നത്. ചിലവര് ബഹുമാനത്തോടെയാണ് നമ്മളെ കാണുന്നത്. ചിലവര് വരുമ്പോ ഈ വേസ്റ്റ് വെക്കാൻ നിന്ന്, അതായത് അഴുക്കെടുക്കാൻ നിന്ന ഒരാളെ പോലെയാണ് ചിലവര് നമ്മളെ കരുതുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒരു സേവനമാണ്. കാരണം നമ്മുടെ പരിസരം മലിനീകരണം ആക്കാതിരിക്കാനാണ് നമ്മൾ ഓരോ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നത്. നമ്മൾ ചെന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് വലിച്ചെറിയത്തൊന്നുമില്ലല്ലോ. പക്ഷെ അതുപോലും ചിലവർക്ക് അത് അംഗീകരിക്കാൻ കഴിയത്തില്ല. ചില വീട്ടുകാർ പറയും നിങ്ങൾ വളരെ ഉപകാരമാണ് നിങ്ങൾ വന്നത്. അപ്പൊ ഞങ്ങൾ പറയും റോഡ് ഏരിയകളൊക്കെ കണ്ടാ എല്ലാരും വലിച്ചെറിഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയണൊക്കെ കണ്ട ഞങ്ങൾ വന്നത് കാണും. ചിലർക്ക് വളരെ ഉപകാരങ്ങളൊക്കെ ഇതുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ചിലര് ഞങ്ങൾക്ക് തരാറുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം. ചിലര് നല്ല രീതിയിൽ ഉണക്കി കഴുകി സെപ്പറേറ്റ് ആക്കി തരംതിരിച്ച് കുപ്പികൾ വേറെ, പ്ലാസ്റ്റിക് വേറെ, കാർബോർഡുകൾ വേറെ, അങ്ങനെ തരംതിരിച്ച് ചില വീടുകളിൽ ഞങ്ങൾക്ക് അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയപ്പോ ഉണ്ടായ അനുഭവമാണ് പറയണത്. ഞങ്ങൾ പ്ലാസ്റ്റിക് ചോദിച്ചു ചെന്ന്, അപ്പൊ അവര് പറഞ്ഞ് പ്ലാസ്റ്റിക് ഇവിടെ ഇല്ല, പ്ലാസ്റ്റിക് ഞങ്ങള് കത്തിച്ചു കളയാണ്.
ഞങ്ങൾ പ്ലാസ്റ്റിക് തരൂല. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കും തന്നെ 60 രൂപയും തന്നെ, ഞങ്ങൾ പ്ലാസ്റ്റിക് തരൂല. പിന്നെ അടുത്ത വീട്ടിൽ ചെന്നപ്പോ അവര് പറയണ പ്ലാസ്റ്റിക് ഇല്ല, പ്ലാസ്റ്റിക് അവിടെ ഞങ്ങൾ പ്ലാസ്റ്റിക് ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്, മാർക്കറ്റിൽ കൊണ്ടുപോയി കളയുകയാണെന്ന്. ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാ വാർഡുകളിലും ഇതൊക്കെ തന്നെ സ്ഥിരം സംഭവം ഇതൊക്കെ തന്നെയാണ്. ഒരു വീട്ടിലിപ്പോ നല്ല പ്രതികരണമാണെങ്കിൽ മറ്റൊരു വീട്ടിൽ തീരെ മോശമായ പ്രതികരണമാണ് ഉണ്ടാവുന്നത്. ഇന്നിപ്പോ ചെന്ന ഒരു വീട്ടിലും അതായിരുന്നു. ഒരു സാറ് ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത്, നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കും തരണം ക്യാഷും തരണമെന്ന് ചോദിക്കണേ. ഈ 5 മാസമായിട്ട് ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. നോർമലി പ്ലാസ്റ്റിക് കത്തിക്കരുത്, ഈവൻ കരിയില പോലും കത്തിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം പ്രകൃതിക്ക് ഒരു ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ബൾക്കായിട്ട് ഇത് കത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പൊതുവായി സമൂഹത്തിനിടയിലുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് പ്ലാസ്റ്റിക് റോളിംഗ് യൂണിറ്റ് ഉണ്ട് പല ഡിവിഷനിൽ. ഇപ്പൊ എന്റെ ഡിവിഷനിലുണ്ട് പ്ലാസ്റ്റിക് സെപ്പറേറ്റഡ്. അതിനാണ് പറയുന്നത് ഫുഡ് പാർട്ടിക്കിളൊന്നും അതിൽ പാടില്ല എന്ന്. അത് റോള് ചെയ്തിട്ട് കോയമ്പത്തൂരും ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള സിമെന്റ് ഫാക്ടറികളിൽ കൊണ്ടുപോയിട്ട് സിമെന്റുമായിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ടാറുമായിട്ട് മിക്സ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗവൺമെന്റിന് പൈസ കിട്ടുന്നുണ്ട്. എന്റെ ഡിവിഷനിലുണ്ട് പ്ലാസ്റ്റിക് റോൾ ചെയ്യുന്ന യൂണിറ്റ്. അത് വലിയ വലിയ ചാക്കായിട്ട് ടൺ കണക്കിനാ കൊണ്ടുവന്നേ. അപ്പൊ ആ പ്ലാസ്റ്റിക് അങ്ങനെ സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ മാം, എന്താണ് ഈ ഒരു പ്രശ്നത്തെ പറ്റി മാമിന് പറയാനുള്ളത്? നമ്മളുടെ എല്ലാവരുടെയും ഒരു കർത്തവ്യം തന്നെയാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഹരിത കേരള മിഷൻ ആണെങ്കിലും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് എവിടെ പൈസയുണ്ടോ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പൈസ കൊടുക്കും വേണം, ഇവരിത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നു. അതിൽ വലിയൊരു റാക്കറ്റ് തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അതിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ ഇൻവോൾവ് ആണ്, കാണുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മുടെ സ്പോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് കാര്യമില്ല. ഞാൻ എത്രയോ ഫോട്ടോസ് ഒഫീഷ്യൽസിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നറിയാം. എല്ലാ കണ്ടെയ്നേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തും 2-3 ദിവസവും ഇരിക്കും. നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ യൂറിൻ്റെ മണവും എല്ലാം അവിടെ ഉണ്ട്. ഇത് അവിടുന്ന് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോയി അത് എപ്പം ഡിസ്പോസ് ചെയ്യുന്നു, അതായത് എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യുന്നു, പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് ഇപ്പോഴും കേരള ഗവൺമെന്റ് പഠിക്കേണ്ടതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി കാണുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പിന്നിലാണ്. ഇപ്പോഴും പിന്നിലാണ്. പിന്നെ പൈസ ബ്രഹ്മപുരത്ത് എല്ലാ വർഷവും കത്തുന്നുമുണ്ട്. അത് എന്തുകൊണ്ട് കത്തുന്നുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനിൽ ചെയ്യാനോ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ എവറി ഇയർ കത്തിക്കുന്നത്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ആഡ് ചെയ്തോട്ടെ ഒരു കാര്യം. ഇപ്പൊ ബിന്ദു പറഞ്ഞ പോലെ ബ്രഹ്മപുരം കത്തിയതിന് ശേഷം ഞാനിപ്പോ കൊച്ചിൻ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത് പല ഇപ്പോ രമ്യ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു, W കേരള അങ്ങനെ പല ഏജൻസികൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു ലോഡിനാണ് കേട്ടോ ബിന്ദു അതിന്റെ പൈസ പോകുന്നത്. ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ, ഞാൻ ഹാൻഡ്സ് ഓൺ കൗൺസിലറാണ്, ചുറ്റും പ്ലാസ്റ്റിക് ആണ് അന്ന് എടുക്കുന്നത്. ചൊവ്വാഴ്ച എല്ലാ ദിവസവും എന്റെ ഡിവിഷനിൽ പ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്ന അടുക്ക് എംപ്റ്റി ആണ്. ഒരു ലോഡ് നിറഞ്ഞു, നിർത്ത്, ആ ലോഡിനാണ് പൈസ. അപ്പൊ നടുക്കൊന്നും ഫില്ല് ചെയ്യാണ്ട് ഇപ്പൊ ഈ ഏജൻസികൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇത് ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് വരും. എന്നിട്ട് ഫുള്ളായി കണ്ടെയ്നർ ഫുള്ളായി, അടുത്ത ലോഡ് പോട്ടെ. അപ്പൊ ഒരു ലോഡ് മാലിന്യം പോകുന്ന സ്ഥലത്ത് 5 ലോഡിനാണ് പൈസ മേടിക്കുന്നത്. there is nobody to supervise. അത് ഹരിതകർമ്മസേനയുടെ കുറ്റമൊന്നുമല്ല കേട്ടോ, അവരെല്ലാം അതിന്റെ ഉള്ളിൽ കയറി നിൽക്കുന്നത് ഇവരുടെ സ്റ്റാഫ് തന്നെയാണ് ചെയ്യുന്നത്. ആർക്കാ നഷ്ടം? ടാക്സ് മണി, നമ്മളുടെ ഓരോരുത്തരുടെയും ടാക്സ് മണിയാണ് ഇതുപോലെ ഓരോ ഏജൻസികൾക്ക് വെറുതെ തീരെഴുതി കൊടുക്കുന്നത്. നോബഡി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ നിൽക്കണം, ആരുമില്ല. കൗൺസിലറുടെ ജോലി അല്ല അത്. പക്ഷെ ഐ ഡു ദാറ്റ് ഇൻ മൈ ഡിവിഷൻ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റി പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നതും ഒരു പ്രൈവറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയിലാണ്. നോർത്ത് ആംസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഇപ്പൊ മാം പറഞ്ഞതുപോലെ അങ്ങനെ ചുറ്റിനും വെച്ചിട്ട് ഇതുവരെ ഞാനും അതിന്റെ സൂപ്പർവൈസറിന് പോയിരിക്കുന്നത്. അത് കൊച്ചിയല്ല, മറ്റ് പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ് ഞാൻ പോയിരിക്കുന്നത്. അവിടെയൊന്നും ഇന്നേ വരെയും അങ്ങനെ നമ്മൾ ഭായിമാരെ വെച്ചിട്ടാണ് ലോഡിങ് ചെയ്യുന്നത്. ഹരിതകർമ്മസേന ചാക്കുകൾ എടുത്തു തരുന്നു, നമ്മുടെ ഭായിമാർ അത് ലോഡ് ചെയ്യുന്നു. എങ്ങനെയും ഒരു ലോഡ് നമ്മൾ 2000 കിലോയ്ക്ക് മുകളിലാണ് ഒരു ലോഡ് നമ്മൾ കയറ്റുന്നത്. അതിൽ കൂടുതൽ വലിയൊരു വണ്ടിയിൽ നമുക്ക് കയറ്റാൻ സാധിക്കില്ല.
അപ്പോൾ എനിക്കിപ്പോൾ ആദ്യത്തെ ഒരു അനുഭവമാണ് അങ്ങനെ ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അങ്ങനെ ആവണമെന്നില്ല. അറിയാമോ, അവിടെ എന്നിട്ട് മുകളിൽ കയറി നിന്ന് ചാടി ചാടി ചവിട്ടി താഴ്ത്തും. അല്ല, ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചെടുത്തിട്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ ഹരിതകർമ്മസേനക്കാർ വളരെ സിൻസിയറാ. അവര് ചാടി മുകളിൽ കയറിയിട്ട് മാഡം എവിടെ സാധനമുണ്ട് മാഡം ഈ ഏതെങ്കിലും ഒരു സംഭവം ഇപ്പൊ ഞാൻ നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ നടപ്പാക്കുന്നതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോ കേരളത്തിൽ നടപ്പാക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റിനെ ഒരു തരത്തിലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാലത്തുണ്ടായിരുന്നു അത് പക്ഷേ ഇപ്പോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറെക്കുറെ കൊണ്ടുപോകാൻ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഈ കേരള മിഷനും ശുചിത്വ മിഷനും ലോക്കൽ ബോഡീസും ഒക്കെ കൂടി നടക്കുന്നുണ്ട്. അല്ല, അവരാണ് ഇത് നടത്തുന്നത്. മാത്രമല്ല, സ്ത്രീകൾക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറുതാണെങ്കിൽ പോലും ഒരു വരുമാനദായകമായ ഒരു സംവിധാനം അതിനെ മാറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 വർഷം മുൻപ് അല്ലെങ്കിൽ 6 വർഷം മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി. ഇനി ഫോറിൻ രാജ്യങ്ങളെ പോലെ ആകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആ ഫോറിൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അവിടത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു അവയർനെസ്, അതൊക്കെ നമ്മളുടെ ഇവിടെ വരാനായിട്ട് കുറച്ചു കാലം എടുക്കും. ഞാനും ലിൻഡൊക്കെ എറണാകുളത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ്. 5 വർഷം മുമ്പ് ഇത്രയും മോശമായിരുന്നില്ല. ഇവിടെ വന്ന ആൾക്കാരുകൾ ഇങ്ങോട്ടേക്ക് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയ 5 വർഷം 6 വർഷം 10 വർഷം മുമ്പ് ഈ ഒരു പ്രശ്നം റോഡിൽ നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. എന്റെ എക്സ്പീരിയൻസ് നേരെ തിരിച്ചാ. നമ്മളിപ്പോ എവിടെ ടൗണിൽ പോയാലും അത് മെട്രോ സിറ്റി അല്ലല്ല, ഞാൻ പറയട്ടെ, വ്യത്യാസമില്ലാതെ എവിടെ എല്ലായിടത്തും ഡംപ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു 14 വർഷമായി റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഒരു വാളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എവിടെ ഒന്നും രാത്രി വിളിയാ. കാരണം ഈ വേസ്റ്റ് ഡംപ് ചെയ്തു, പ്ലാസ്റ്റിക്കില് മാലിന്യം, ഖരമാലിന്യം, ദ്രവമാലിന്യം ഒക്കെ കൂട്ടിക്കെട്ടി ഡംപ് ചെയ്യുക. ഇന്നിപ്പോ അത് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇതാരുടെയാണ്? അല്ലല്ല, ആരുടെ ഉത്തരവാദിത്വം? ഒന്ന് എന്റെ തുടങ്ങി ഓരോ വ്യക്തികളും തുടങ്ങി നമ്മുടെ സമൂഹം, അതുപോലെ തന്നെ ലോക്കൽ ബോഡി, അതുപോലെ തന്നെ ഗവൺമെന്റ്, ഈ 3 സംവിധാനങ്ങളും ചേച്ചിക്ക് എന്താണ് ഒരു കാര്യമുണ്ട് പൊതുജനങ്ങളോട്. എല്ലാ കാര്യവും എല്ലാവരും എസ് എന്ന് പറയരുതും. ഞങ്ങൾ 20 വർഷമായിട്ട് ഞങ്ങൾ ഈ 71 ഡിവിഷനിലും ചിലപ്പോ 1-2 ഡിവിഷനുള്ളൂ. 2 ഡിവിഷൻ ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ അറിവിലോ പറയണാണ് ഞാൻ. ഇതില് ഞങ്ങൾ 800 പേര് രാവിലെ 6 മണി മുതൽ ഞങ്ങൾ വീടുകളിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്ത ഫുഡ് വേസ്റ്റ്, അതുപോലെ കഴുകിയ പ്ലാസ്റ്റിക്കാ. ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഒന്നും ഒരു തരത്തിലും സിമെന്റ് കമ്പനിയിലല്ല പോണം. ക്ലീൻ കേരളക്കാണ് ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഒക്കെ കൊടുക്കണം. അതൊരു കമ്പനിയാണ്. കൂടെ കേട്ടോ, കുടുംബശ്രീ പ്രവർത്തകരില്ലാതെ അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ച് പണിയെടുക്കുന്ന സ്ഥലത്താണ് ഈ അലമ്പൊക്കെ നടക്കണം. 100% ക്ലീൻ കേരള എടുത്തിട്ട് അവര് പുറത്തേക്ക് അയച്ച് കാശാക്കുന്നു. അതേ പറഞ്ഞോളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് 5 വർഷമായിട്ട്. തെറ്റായി മനസ്സിലാക്കി. ക്ലീൻ കേരള എന്റെ ഡിവിഷനിലുണ്ട്. അവരത് എടുത്തിട്ട് അത് സോർട്ട് ചെയ്ത് വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. റോൾ ഔട്ട് ചെയ്തിട്ട് ക്ലീൻ കേരള കൊണ്ടുപോകുന്നു. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചാക്കിലാക്കി കൊണ്ടുപോകുന്ന സാധനം സിമെന്റ് കമ്പനിയിൽ കൊണ്ടുപോകണം. സെഗ്രിഗേറ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ രവിപുരത്ത് തന്നെയുണ്ട് പ്ലാസ്റ്റിക് പല ഐറ്റങ്ങളായിട്ട് തിരിഞ്ഞെടുക്കുന്നത്. ഇരിക്കുന്നത് നമ്മുടെ ആർപ്പിരിപ്പുണ്ട് രമ്യനോട് ചോദിച്ചാൽ അറിയാം. നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സാധനങ്ങള് ചർച്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് നമ്മള് വ്യക്തി, അതുപോലെ തന്നെ സമൂഹം,
ഗവൺമെന്റ്, ഈ 3 ഏജൻസികളും ഇപ്പോ ഈ ഹരിതകർമ്മസേന അവരുടെ പ്രവർത്തനം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് മൂന്ന് തലങ്ങളിൽ 3 തലങ്ങളിൽ നമ്മൾ മാറ്റം വരാതെ, മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പണ്ടൊക്കെ അങ്ങനെയല്ല, ഈ വേസ്റ്റ് എടുക്കാൻ വരുമ്പോ എല്ലാം കൂടി ഡംപ് ചെയ്ത് അത് ഞാൻ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും ഇനിയും മാറ്റങ്ങളിലേക്ക് ഇപ്പൊ സെഗ്രിഗേഷൻ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ചൊവ്വാഴ്ച തുണി, മൂന്നാമത്തെ ചൊവ്വാഴ്ച ഹെൽമെറ്റ് തുകല്, 4ാമത്തെ ചൊവ്വാഴ്ച അടിച്ചവർ, അതായത് നമ്മുടെ ഇലകള്, അങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. കുറെ മാറ്റം വന്നിട്ടുണ്ട്, മാറ്റം വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ മാറ്റം ഇനിയും വരണം. അത് നമ്മുടെ വീടുകളിൽ തന്നെ മാറ്റം വരണം. എന്ത് തന്നെയായാലും സ്ത്രീപക്ഷത്തിൽ ഈ സംവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ വേസ്റ്റ് നിർമ്മാർജ്ജന യജ്ഞം ഇനിയും ഓരോ വ്യക്തി അധിഷ്ഠിതമായി തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയൊരു തലമുറയ്ക്ക് ഒരു ശുദ്ധിയുള്ള കേരളത്തിന് അല്ല വൃത്തിയുള്ള കേരളത്തിന് നമുക്ക് പടുത്ത് ഉയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ആ ഒരു കാഴ്ചപ്പാടോട് കൂടെ തന്നെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. സ്ത്രീപക്ഷത്തിന്റെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വിഷയം ഇനിയും തുടരുകയാണ്. ഈ വിഷയം കൂടുതൽ ആളുകളുമായി ഇനിയും നിങ്ങളുമായി പങ്കുവെക്കാനായി ഞങ്ങൾ എത്തും. അടുത്തൊരു എപ്പിസോഡിൽ, സ്ത്രീപക്ഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇപ്പോഴത്തെ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്റിമേറ്റ് പാർട്ട്നേഴ്സിനാൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്റിമേറ്റ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഭർത്താവാകണമെന്നില്ല. പല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആകാം, മറ്റ് റിലേഷൻഷിപ്പുകളാകാം, അവരുടെ ഒരു ചാറ്റ്ഷിപ്പ് ആവാം, ഇപ്പോൾ പറയുന്ന പോലെ സിറ്റുവേഷൻഷിപ്പ് ആവാം. അപ്പോൾ ഒരു തലം കഴിഞ്ഞു വരുമ്പോൾ അതിൻ്റെ രീതികൾ മാറുന്നു, അത് പബ്ലിക് ആകുന്നു എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ പലരും അതിനെ പബ്ലിക് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ ചിലപ്പോൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കൊല്ലുന്ന കാമുകന്മാർ. പക്ഷെ അന്നത്തെ പ്രണയവും ഇന്നത്തെ പ്രണയവും എനിക്ക് വലിയ ഒരു അന്തരം തോന്നാറുണ്ട്. കാരണം ഞാൻ ദിവ്യം എന്നൊന്നും പറയുന്നില്ല, അന്ന് ഈ പറഞ്ഞ മാതിരി ആക്രമണം അല്ലെങ്കിൽ വൈരാഗ്യം ഇതൊന്നും മനുഷ്യരുടെ പൊതുവെ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത്രയും വൈരാഗ്യ ബുദ്ധി ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കാണുന്നത് പോലെ. അല്ലെങ്കിൽ പകരം വിട്ട അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ തലമുറകൾ മാറുന്നതനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവത്തിലും വ്യത്യാസം വന്നു. ഓരോ വാർത്ത വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോഴും നമ്മൾ സ്നേഹിച്ച ഒരാളെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുന്നത്, അതായത് അത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ആ ഒരു സൈക്കോളജി എന്താണെന്ന് ഞാൻ എപ്പോഴും അതായത് എനിക്ക് ശരിയാണ്, ഇപ്പൊ ആളെ നമുക്ക് നഷ്ടപ്പെടുന്നു, പക്ഷെ നഷ്ടപ്പെടുന്ന ആളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ക്രൂരതയല്ലേ. ഇന്നത്തെ ജനറേഷൻ പൊതുവെ ഒരു നോ എന്നുള്ളത് സ്വീകരിക്കാൻ മടിയുള്ള, അവർക്ക് അത് അത്രയും ഉൾക്കൊള്ളാൻ, നോ എന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയാണ്. അതായത് ഇമോഷണലി വളരെ വീക്കാണ് ഇന്നത്തെ ജനറേഷൻ. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു നോ എന്നത് താങ്ങാൻ, ഇപ്പം അച്ഛനമ്മമാരൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിനോടിപ്പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ. അപ്പം അത്രയും ഇതാണ്, ഒരാളെടുത്തുനിന്ന് ഒരു റിജക്ഷൻ താങ്ങാനുള്ള ഒരു കരുത്ത് അവർക്കില്ല. അതിനുള്ള കാരണം നമ്മളും ഉത്തരവാദികളാണ്, നമ്മളും പാരന്റ്സും ഉത്തരവാദികളാണ്, സമൂഹം ഉത്തരവാദികളാണ്. ഇന്ന് ദിവ്യമായ പ്രണയങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് സെക്സ് ഓറിയന്റഡ് അല്ലാത്ത പ്രണയങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടായിരിക്കാം. നമ്മളത് ഇല്ലെന്ന് പറയാൻ നമ്മൾ ആരും അല്ലല്ലോ. ഇന്നും അങ്ങനത്തെ പ്രണയങ്ങളുണ്ട്, അന്നും അങ്ങനത്തെ പ്രണയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു കൗണ്ടർ പാർട്ട് എന്നുള്ള രീതിയിൽ ഇന്നത്തെ പോലത്തെ വയലൻസ് ഉള്ള, അതായത് സ്ത്രീയെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ തനിച്ചൊരു സ്ത്രീയെ ലഭിക്കുമ്പോൾ അതിന് തന്റെ പ്രണയിനി ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അറിയാത്തൊരു സ്ട്രേഞ്ചർ ആയിക്കോട്ടെ, അവരോട് വൈകൃതമായിട്ട് അല്ലെങ്കിൽ വന്യമായിട്ട് പെരുമാറുന്ന പുരുഷന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അന്ന് ഇല്ലായിരുന്നെങ്കിൽ, അന്ന് പണ്ടത്തെ എന്താ പറയാ വില്ലന്മാരുണ്ടായിരുന്നല്ലോ അല്ലെ, പണ്ടത്തെ എനിക്ക് പേരുകൾ പലതും ജോസ് പ്രകാശ് കണ്ടോ പറയുമ്പോ തന്നെ മനസ്സിൽ വരുന്നു. അവരൊന്നും ഇല്ലായിരുന്നിരിക്കും. അവരെന്തുകൊണ്ടാ വന്നത്? അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ട് ഒരു എഴുത്തുകാരന്റെ മനസ്സിൽ വന്നു?